നമസ്കാരം. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അവസാനിച്ചിരിക്കുകയാണ്. സമ്മേളനം തീരുന്ന അവസാന ദിവസം പ്രധാനമന്ത്രി പ്രതിപക്ഷ എം പിമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. പാർലമെന്റ് സമ്മേളനം അവസാനിക്കവേ എം പിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രിയങ്ക ഗാന്ധിയോട് വയനാട്ടിലെ വിവരങ്ങൾ നരേന്ദ്രമോദി തിരക്കുകയാണ് ചെയ്തത്. നരേന്ദ്രമോദിയുടെ നീക്കത്തിൽ പ്രിയങ്ക ഗാന്ധി ഒന്നടക്കം പരിങ്ങലിലായി. അതായത് ഒരിക്കലും പ്രിയങ്ക ഗാന്ധി വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നരേന്ദ്രമോദി പ്രിയങ്ക ഗാന്ധിയോട് വയനാട്ടിലെ പ്രവർത്തനം എങ്ങനെയാണ്, വയനാട്ടിലെ ജനങ്ങൾ സന്തോഷത്തോടു കൂടിയാണോ ഇരിക്കുന്നതെന്ന് നരേന്ദ്രമോദി പ്രിയങ്ക ഗാന്ധിയോട് ചോദിക്കുമെന്ന് പ്രിയങ്ക ഒരിക്കലും വിചാരിച്ചില്ല. കാരണം വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും മോദിയുടെ മനസ്സിൽ ഒരു വിഷമമുണ്ട്, ഒരു ചിന്തയുണ്ട്. കാരണം ദുരന്തം ഏറ്റുവാങ്ങിയ, രാജ്യമൊട്ടാകെ ഞെട്ടിയ, ലോകമൊട്ടാകെ ഞെട്ടിയ കവളപ്പാറ ദുരന്തമടക്കം വയനാട്ടിന്റെ മുന്നിലുണ്ട്. അത് നരേന്ദ്രമോദിക്കും അറിയാം. കാരണം അദ്ദേഹം ഉറക്കം ഒഴിച്ചിരുന്നാണ് ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ വയനാട്ടിനെ 24 മണിക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പ്രത്യേക കൺട്രോൾ റൂം എല്ലാം തുടങ്ങുകയും എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുകയും സുരേഷ് ഗോപിയും അതോടൊപ്പം തന്നെ ജോർജ് കുര്യനെയും വയനാട്ടിലേക്ക് പറഞ്ഞുവിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ അപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിനെ നേരിട്ട് അറിയിക്കാനായിട്ട് എല്ലാ ക്രമീകരണങ്ങളും നരേന്ദ്രമോദി നേരിട്ട് ഒരുക്കിയത്. കാരണം ദുരന്തം ഏറ്റുവാങ്ങിയ വയനാടിന്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് മോദി പ്രിയങ്കയോട് ചോദിച്ചപ്പോൾ പ്രിയങ്ക ഗാന്ധി അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. പുനരധിവാസ വിഷയങ്ങൾ ഉൾപ്പെടെ പ്രിയങ്ക ഗാന്ധി എടുത്തു പറഞ്ഞു. ദുരന്തത്തിന് ശേഷമുള്ള വയനാട്ടിലെ സാഹചര്യം പ്രിയങ്ക പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു. എന്നാൽ ഫണ്ടിന്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് വിവരം. നേരത്തെ വേണ്ടത്ര കേന്ദ്ര ഫണ്ട് ലഭിച്ചില്ല എന്ന പരാതി കേരളത്തിനുണ്ടായിരുന്നു. പക്ഷെ പ്രിയങ്ക പറഞ്ഞത്, എനിക്ക് അവിടുത്തെ മലയാളമൊന്നും പിടിക്കുന്നില്ല, അതായത് എനിക്ക് അറിഞ്ഞുകൂടാ മലയാളത്തിൽ സംസാരിക്കാൻ, ഞാൻ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ജനങ്ങൾ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടത്തി വയനാട്ടിലെ ജനങ്ങൾ പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിച്ചു വിട്ടിട്ട് 1 വർഷമാവാൻ പോവുകയാണ്. അത് 1 വർഷം കഴിഞ്ഞു. എന്നിട്ടും പ്രിയങ്ക ഗാന്ധി ഇതുവരെയായിട്ട് മലയാളം പോലും പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ പ്രിയങ്ക ഗാന്ധിക്ക് എത്രത്തോളം വയനാട്ടിലെ ജനങ്ങളോട് ആത്മാർത്ഥ സ്നേഹമുണ്ട് എന്നതിന്റെ ഒരു തെളിവാണ് ഇപ്പോൾ കാണിക്കുന്നത്. മലയാളം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അടുത്ത ലോക്സഭാ ഇലക്ഷൻ വരുമ്പോഴെങ്കിലും പ്രിയങ്ക ഗാന്ധി മലയാളമൊക്കെ പഠിച്ചു തീരുമോ എന്നാണ് സോഷ്യൽ മീഡിയ അടക്കം ചോദിക്കുന്നത്. അതേസമയം വിവരങ്ങൾ തിരക്കിയ പ്രധാനമന്ത്രിയോട് താൻ മലയാളം പഠിക്കാനായിട്ട് ഒരുങ്ങുകയാണ്, ഉടനെ തന്നെ മലയാളം പഠിക്കുമെന്നൊക്കെയാണ് പ്രിയങ്ക പറഞ്ഞത്. അതിനിടെ കൊല്ലം എം പി ആയ NK പ്രേമചന്ദ്രനെ നരേന്ദ്രമോദി പുകഴ്ത്തുകയും ചെയ്തു. നന്നായി ഗ്രഹപാഠം ചെയ്ത് സഭയിൽ വരുന്ന നേതാവാണ് പ്രേമചന്ദ്രൻ എന്നാണ് മോദി പറഞ്ഞത്. അതേസമയം വയനാട് പുനരധിവാസത്തിനായി ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ 529.50 കോടിയുടെ മൂലധന നിക്ഷേപ വായ്പ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നു. ടൗൺഷിപ്പ് അടക്കം 16 പദ്ധതികളാണ് വായ്പ അനുവദിച്ചത്. പലിശയില്ലാത്ത വായ്പ 50 വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ഇക്കാര്യം അറിയിച്ച് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് കേന്ദ്രം കത്തയച്ചത്. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്ന ടൗൺഷിപ്പുകൾ, പൊതുകെട്ടിടങ്ങളും റോഡുകളും പാലവും സ്കൂളുകളും പുനർനിർമ്മിക്കുന്നതിനാണ് കേന്ദ്രം സഹായം നൽകിയത്. മാർച്ച് 31-നകം പണം ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം. സാമ്പത്തിക വർഷത്തിന്റെ അവസാന സമയത്തിൽ പണം അനുവദിച്ച ശേഷം ചെലവ് കാണിക്കണമെന്ന നിർദ്ദേശം പ്രായോഗികമല്ല എന്നാണ് ധനവകുപ്പ് പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ച നടത്താനെത്തിയ വയനാട് MP പ്രിയങ്ക ഗാന്ധിക്ക് സ്വന്തം കൈകൊണ്ട് തയ്യാറാക്കിയ പലഹാരം നൽകിയാണ് ഗഡ്കരി സ്വീകരിച്ചത്. പാർലമെന്റ് വളപ്പിലെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ചായിരുന്നു പ്രിയങ്ക ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടന്നത്. കേരളത്തിലെ ഗതാഗതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കം ചർച്ച ചെയ്ത് കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ചെറിയ വിരുന്നും നടന്നത്. യൂട്യൂബ് വീഡിയോകൾ കണ്ട് ഗഡ്കരി തയ്യാറാക്കിയ അരി കൊണ്ടുള്ള ഒരു വിഭവമാണ് ഇതിലെ ഹൈലൈറ്റ്. വ്യാഴാഴ്ച അദ്ദേഹത്തിന്റെ ഓഫീസ് സന്ദർശിച്ച എല്ലാവർക്കും ചട്നിയോടൊപ്പം ഈ വിഭവവും നൽകിയിരുന്നു. പ്രിയങ്ക ഗാന്ധി മന്ത്രിയെ സന്ദർശിച്ചപ്പോൾ ഗഡ്കരി നിർബന്ധപൂർവ്വം വിഭവം രുചിക്കാൻ ആവശ്യപ്പെട്ടു. കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. കോൺഗ്രസ് MP ആയ ദിവേന്ദർ സിംഗ് ഹൂഡയും ഗഡ്കരിയോട് സംസാരിക്കുന്നതിനിടയിൽ ഈ വിഭവം കഴിക്കുന്നത് വീഡിയോയിൽ കാണാം. എന്നാലും ഇത്രയും ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് വയനാട്ടിൽ വലിയ രീതിയിൽ ഭൂകമ്പവും ഉരുൾപൊട്ടലും ഒക്കെ വന്ന് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന അവസ്ഥയിൽ നമുക്കറിയാം രാഹുൽ ഗാന്ധി അമേഠിയിലേക്ക് പരാജയപ്പെട്ട് തോൽക്കുമെന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത്. അവസാനം എന്തോ ഭാഗ്യം കൊണ്ട് വയനാടും ജയിച്ചു, അമേഠിയുമൊക്കെ ജയിച്ചു. അവസാനം വയനാട് ജനത്തെ കൈയൊഴിഞ്ഞു. എന്നിട്ട് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് പ്രിയങ്ക ഗാന്ധിയെ പിടിച്ച് നിർത്തിയത്. പക്ഷേ ആ ഇലക്ഷന്റെ സമയത്ത്, ഒരു ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം 2-3 മാസമൊക്കെ അവിടുത്തെ അവർക്ക് ഉപകാരപ്പെടുന്ന രീതി ഒരു പരിപാടി അവിടെ നടക്കുന്നത് കൊണ്ട്, ഒരു സ്വകാര്യ പരിപാടി വയനാട്ടിൽ നടക്കുന്നതുകൊണ്ട് മാത്രമാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് വന്നത്. അതിനുശേഷം പിന്നെ വയനാട്ടിലേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും കാലമായിട്ടും ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട്
ഒരു വർഷത്തെ എഗ്രിമെന്റാണ് വെച്ചത്. അതായത് ഉരുൾപൊട്ടലുണ്ടായ മേഖലയിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് അവരുടെ പുനരധിവസിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് വീടൊക്കെ വച്ച് നൽകാമെന്ന് സർക്കാർ പറഞ്ഞു. കോൺഗ്രസ് വലിയ രീതിയിൽ വാഗ്ദാനങ്ങളൊക്കെ നൽകി, എന്നിട്ടും ഇതുവരെയായിട്ട് അവിടെ ഒരു തരത്തിലുമുള്ള ഭവന നിർമ്മാണങ്ങളൊന്നും തന്നെ തുടങ്ങിയിട്ടില്ല എന്നത് മറ്റൊരു കാര്യം. ഇത് ഒരു കാരണവശാലും പ്രിയങ്ക ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ ഒന്നും തന്നെ വിഷയം ഉന്നയിക്കുന്നില്ല. അത് ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ അടുത്തേക്ക് ഇത് അറിയിക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഇപ്പോൾ നരേന്ദ്രമോദി പ്രിയങ്ക ഗാന്ധിയോട് ചോദിച്ചപ്പോൾ മാത്രമാണ് ടൗൺഷിപ്പ് ഉണ്ട്, അവിടെ ഭവന നിർമ്മാണം ചെയ്യേണ്ടതുണ്ട്, ഫണ്ട് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുന്നത്. പക്ഷേ ഒരു തരത്തിലുള്ള ആത്മാർത്ഥപരമായ ഒരു സമീപനം പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.